ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 5 വിശുദ്ധ ഓസ്വാൾഡിൻ്റെ തിരുനാൾ. നോർത്തംബ്രിയയിലെ എദൽഫ്രട്ട് രാജാവിൻ്റെ രണ്ടാമത്തെ മകനാണ് ഓസ്വാൾഡ്. 617 ഒരു യുദ്ധത്തിൽ പിതാവ് കൊല്ലപ്പെട്ട ശേഷം മക്കൾ രണ്ടുപേരും സ്കോട്ട്ലൻഡിൽ അഭയം തേടി. അവിടെ വച്ച് അവർ ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി. 633 ഏദൽഫ്രഡിൻ്റെ മക്കൾ വീണ്ടും നോർത്തംബ്രിയയിലേക്ക് മടങ്ങി. അവസാനം കിരീടം ഓസ്വാൾഡിൻ്റെ ശിരസിലായി. അക്കാലത്ത് ബ്രിട്ടനിലെ രാജാവായ കാഡ്വാല നോർത്തംബ്രിയയെ സർവശക്തികളോടും കൂടെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ തലേനാൾ സൈന്യത്തിൻ്റെ മുമ്പാകെ ഒരു മരക്കുരിശ് നാട്ടിക്കൊണ്ട് ഓസ്വാൾഡ് രാജാവ് വിളിച്ചു പറഞ്ഞു, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കി അഹങ്കാരിയായ നമ്മുടെ ശത്രുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജീവനും വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് അവിടത്തേക്ക് അറിയാം. അന്ന് കുരിശു നാട്ടിയ സ്ഥലത്തിൻ്റെ പേര് ഹെവൻ ഫെയ്ത്ത് എന്നായിരുന്നു. യുദ്ധത്തിൽ കാഡ്വാല വധിക്കപ്പെടുകയും ഓസ്വാൾഡ് പൂർണ്ണ വിജയം നേടുകയും ചെയ്തു. ഓസ്വാൾഡ് രാജാവിൻ്റെ എളിമയും പരസ്നേഹവും സർവത്ര പ്രകീർത്തിതമാണ്. ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം ദരിദ്രർക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയുകയില്ലെന്ന് കേട്ടപ്പോൾ സ്വന്തം മേശയിലിരുന്ന മാംസ കഷ്ണമായി മുറിച്ച് അവർക്ക് കൊടുത്തയച്ചു. ഇത് കണ്ട് രാജാവിൻ്റെ കൂടെ വിരുന്നിനുണ്ടായിരുന്ന വിശുദ്ധ അയഡിൻ പറഞ്ഞു, ഈ കരം ഒരിക്കലും അഴിയാതിരിക്കട്ടെ. അങ്ങനെ ഇരിക്കെ മേഴ്സിയായിലെ പെൻട്ര എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ആക്രമിക്കുകയും 642 ആഗസ്റ്റ് 5 മേസർ ഫീൽഡ് എന്ന സ്ഥലത്ത് യുദ്ധത്തിനിടയ്ക്ക് മരിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ഛേദിച്ചു തൂണുകളിന്മേൽ നാട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പിറ്റേ വർഷം ഈ പൂജ്യ അവശിഷ്ടങ്ങൾ എടുത്ത് യഥാവിധം സംസ്കരിച്ചു. വിശുദ്ധ ഓസ്വാൾഡെ, ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.